വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ അംഗൻവാടികൾ ഹൈടെക് ആകുന്നു. കെട്ടിടങ്ങളുടെ രൂപം മുതൽ പഠനരീതി വരെ മാറ്റുന്ന മാർഗരേഖ തയ്യാറായി. തിരുവനന്തപുരത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററാണ് രൂപരേഖ തയ്യാറാക്കിയത്. ടീച്ചർമാർക്ക് സ്മാർട്ട് ഫോണുകളും നൽകും. മലപ്പുറം ജില്ലയിൽ മുഴുവൻ അംഗനവാടി വർക്കർമാർക്കും സൂപ്പർവൈസർമാർക്കും സ്മാർട്ട് ഫോണുകൾ നൽകുന്ന പദ്ധതി തുടങ്ങി. പാഠഭാഗങ്ങളടക്കം എല്ലാം ഇനി ആപ്പുകൾ വഴി ലഭിക്കും. അംഗനവാടി ജീവനക്കാർക്ക് യൂണിഫോമും നടപ്പാക്കി. ചൈൽഡ് ഡെവലപ്മെന്റ് ലോഗോ പതിച്ച ചുവപ്പ് ബോർഡറോടെ മഞ്ഞ സാരി വർക്കർക്കും വയലറ്റ് ബോർഡറോടെ സ്കൈ ബ്ലൂ സാരി ഹെൽപ്പർക്കുമാണ്. ദേശീയ പദ്ധതിയായ പോഷൻ അഭിയാന്റെ ഭാഗമായുള്ള സമ്പുഷ്ട കേരളം പദ്ധതിയിലൂടെയാണ് മാറ്റങ്ങൾ. വൈകാതെ മറ്റു ജില്ലകളിലും പദ്ധതി നടപ്പാക്കും. മലപ്പുറത്ത് മാത്രമല്ല, സംസ്ഥാനത്താകെ അംഗനവാടികളുടെ മുഖം മാറുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനം മുഴുവൻ അംഗനവാടികൾ നവീകരിക്കാൻ പദ്ധതിയായി കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും ഓരോ മാതൃകാ അംഗനവാടി ഉടൻ സ്ഥാപിക്കും. അംഗനവാടി കുട്ടികൾക്കും യൂണിഫോം വരും. അധ്യാപകർക്ക് വിശദമായ പരിശീലനവും നൽകും. ന്യൂസ് 18 മലപ്പുറം. കൊല്ലപ്പെട്ട മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കുടുംബത്തിനായി CPM പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അഭിമന്യുവിന്റെ ഓർമ്മയ്ക്കായി വട്ടവടയിൽ സ്ഥാപിച്ച വായനശാലയും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്ത് ലൈബ്രറി കൂടിയാണിത്. വീട് അവന്റെ സ്വപ്നമായിരുന്നു. വട്ടവടയിലെ ഒറ്റമുറി വീട്ടിൽ തന്റെ ദാരിദ്ര്യത്തോടും പട്ടിണിയോടുമൊപ്പം അഭിമന്യു ആ സ്വപ്നവും നെഞ്ചോട് ചേർത്തു വെച്ചിരുന്നു. ഒരു കഠാരമൂർച്ചയിൽ ഇല്ലാതായ അവനുവേണ്ടി ആ സ്വപ്നം പൂർത്തിയാക്കുകയാണ്. വട്ടവട കൊട്ടക്കമ്പൂർ റൂട്ടിൽ റോഡിനോട് ചേർന്ന CPM വിലക്ക് വാങ്ങിയ 10 സെന്റ് സ്ഥലത്താണ് അഭിമന്യുവിന്റെ കുടുംബത്തിനുള്ള വീട് നിർമ്മിച്ചത്. 1256 ചതുരശ്രടിയാണ് വീടിന്റെ വിസ്തീർണം. 40 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. സ്വന്തം നാട്ടിൽ നല്ലൊരു വായനശാല വേണമെന്ന അഭിമന്യുവിന്റെ ആഗ്രഹം നിറവേറ്റാൻ വട്ടവടയിൽ ലൈബ്രറിയും തുറക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ശേഖരിച്ചതും തമിഴ്നാട്ടിൽ നിന്ന് DYFI പ്രവർത്തകർ ശേഖരിച്ചവയുമടക്കം 40,000-ലേറെ പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത്. വായനശാല എന്നതിനപ്പുറം ഒരു വിജ്ഞാന കേന്ദ്രമാക്കി ഇത് വളർത്തിയെടുക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി PSC പരിശീലനവും ഇവിടെ തുടങ്ങും. രാവിലെ 11-ന് വീടിന്റെ താക്കോൽദാനവും ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ന്യൂസ് 18 വട്ടവട. ദർശനപുണ്യമായി ഇന്ന് മകരവിളക്ക്. തീർത്ഥാടക ലക്ഷങ്ങളെ സ്വീകരിക്കാൻ സന്നിധാനം ഒരുങ്ങി. സ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര വൈകിട്ട് 5:30 മണിയോടെ ശരംകുത്തിയിലെത്തും. പിന്നെ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന. ശേഷം പൊന്നമ്പലമേട്ടിൽ ദിവ്യദീപം തെളിയിക്കും. 7:52-നാണ് മകരസംക്രമ പൂജ. സന്നിധാനത്ത് 8 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ മകരജ്യോതി ദർശന സൌകര്യമുള്ളത്. സന്നിധാനവും പമ്പയും സുരക്ഷ ശക്തമാക്കി. സന്നിധാനത്ത് നിന്ന് ജോയ് നായർ ചേരുന്നു. ജോയ്, ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? എത്രത്തോളം തീർത്ഥാടകർ എത്തിയിട്ടുണ്ട് സന്നിധാനത്തിപ്പോൾ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇന്ന് വൈകിട്ട് 6:30-നാണ് ദീപാരാധന, മകരവിളക്ക്, മകരജ്യോതി തെളിയുന്ന സമയം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ തീർത്ഥാടകരുടെ എണ്ണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഇത്തരമൊരു ദൃശ്യം ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ ദർശനത്തിന് വേണ്ടി ക്യൂവായി നിൽക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം ക്യൂ കോംപ്ലക്സിലും അതുപോലെ തന്നെ വലിയ നടപ്പന്തലിലും എല്ലാം ഇപ്പോൾ വലിയ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരമൊരു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ സീസണിനെ പരിശോധിക്കുമ്പോൾ അത്ര ഒരു തിരക്കിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഏകദേശം ഇപ്പോൾ ഇന്നലെ പുലർച്ചെ 12 മണി വരെയുള്ള കണക്കനുസരിച്ച് 1,300,000 പേരാണ് ദർശനത്തിനായി സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും എത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 1,30,000-ഓളം പേർ ഇപ്പോൾ സന്നിധാനത്ത് ദർശനം നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം കൂടി പരിശോധിക്കുമ്പോൾ ഏകദേശം 2.5 ലക്ഷത്തോളം പേർ ഈ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് പരിസരത്തുമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസൺ കണക്ക് ഏകദേശം 4.5 ലക്ഷത്തോളം പേരാണ് ദർശനം നടത്തിയത്. പക്ഷെ അതിൽ ഇത്തവണ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ മകരവിളക്ക്, മകരജ്യോതി ദർശനത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ, മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ദേവസ്വം മന്ത്രി, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഇവിടെ സന്നിധാനത്തുണ്ട്. സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളാണ് ജോയ് നായർ നൽകിയത്.
പണി പൂർത്തിയായ കൊല്ലം ബൈപ്പാസ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. 13.5 കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസ് 4 പതിറ്റാണ്ടിലേറെ സമയമെടുത്താണ് പൂർത്തീകരിച്ചത്. ആശ്രമം മൈതാനത്ത് വൈകിട്ട് 5-നാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അനുബന്ധിച്ച് ആശ്രമം മൈതാനത്ത് പ്രത്യേക ഹെലിപാഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കല്ലടയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. തടയണയിൽ വെള്ളം ഇല്ലാത്തത് കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് പ്രതിസന്ധിയിലാക്കുകയാണ്. കല്ലടയാറ്റിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ ജലം ഉൾവലിഞ്ഞു. വേനൽ കടുക്കുന്നതോടെ ഇനിയും ജലനിരപ്പ് താഴും. കല്ലടയാറ്റിൽ നിന്നും ജലം ശേഖരിക്കുന്ന കുടിവെള്ള പദ്ധതികളുടെ ഇൻടേക്ക് വാൽവുകൾ എല്ലാം പുറത്ത് കാണത്തക്ക നിലയിലേക്ക് വെള്ളം ഉൾവലിഞ്ഞു. മുക്കടവ് തടയണയുടെ കടൽഭിത്തികൾ തകർന്നത് ജലലഭ്യത കുറയാൻ കാരണമാകുന്നുണ്ട്. സ്ഥിതി തുറന്നാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ 8 കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം താറുമാറാകും. ഇത്തവണ പ്രളയം വന്നതിന് ശേഷം അത് കൂടുതൽ താഴാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ജലനിരപ്പ് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ പമ്പിങ്ങുകളെല്ലാം തടസ്സപ്പെടുന്നത് മൂലം കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാവുകയും ചെയ്യുന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ചെയ്യുന്ന ഈ മണൽച്ചാക്കുകൾ അടുക്കുന്ന രീതി ഉപേക്ഷിച്ച് വേനൽ ശക്തമാകുമ്പോൾ മുക്കടവ് തടയണയിൽ മണൽച്ചാക്കുകൾ അടുക്കി ഉയരം വർദ്ധിപ്പിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ശാശ്വതമായ തടയണ നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആവശ്യം ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് 18 പുനലൂർ. ഇനി കാർഷിക കേരളം. ടയർ ഗാർഡനിംഗിൽ തിളങ്ങി തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി സുരേഷ് ബാബു. ഉപയോഗശൂന്യമായ ടയറുകൾ കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങുന്ന ചെടിച്ചട്ടികൾ ഉണ്ടാക്കുകയാണ് ഇദ്ദേഹം. പഴയ ടയറുകൾ വില കൊടുത്തു വാങ്ങിയാണ് സുരേഷ് ബാബു ടയർ പോട്ടുകളാക്കി മാറ്റുന്നത്. പ്രവാസിയായിരുന്ന ഇദ്ദേഹം 10 വർഷം മുൻപ് നാട്ടിലെത്തിയപ്പോൾ വൻതോതിൽ മുളക് കൃഷി ചെയ്തിരുന്നു. എന്നാൽ മണ്ണിലെ ബാക്ടീരിയയുടെ ആധിക്യം മൂലം ഇവയെല്ലാം നശിച്ചു. ഇതോടെയാണ് മണ്ണുമായി നേരിട്ടല്ലാതെ കൃഷി ചെയ്യാവുന്ന വിധിയെക്കുറിച്ച് സുരേഷ് ബാബു ആലോചിക്കുന്നതും ടയർ ഗാർഡനിംഗ് എന്ന ആശയത്തിലേക്ക് എത്തുന്നതും. 1 കാർബൺ എമിഷൻ തടയാം, 2 കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാം, 3 വൺസ് ഒരു പോട്ട് ഉണ്ടാക്കിയാൽ യു വിൽ ഗെറ്റ് എ ലോങ് ടൈം ടു പ്ലാന്റ്. അത് 4-മത്തത്, നിങ്ങൾ എന്താണ് ഒരു കർഷകന് കൃഷി വയബിളാവണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് നമ്മൾ മിതമാക്കണം. കുറേ രാസവളങ്ങളോ അല്ലെങ്കിൽ പറയുന്ന സാധനങ്ങളോ വാരി വലിച്ചിട്ടിട്ട് ഒരു കൃഷി രീതി അവലംബിക്കരുത്. ടയറുകൾ വെട്ടി മനോഹരമാക്കി അതിൽ പഴയ നൈലോൺ വലകൾ കൂട്ടി ഉറപ്പിച്ചാണ് ടയർ പോട്ടുകൾ തയ്യാറാക്കുന്നത്. ഇതിനായി സ്കൂട്ടറിന്റെ ടയർ മുതൽ JCBയുടെ ടയർ വരെ ഉപയോഗിക്കുന്നു. ടയർ പോട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് സമീപത്തെ മണ്ണിന്റെ ഗുണമേന്മ ബാധകമല്ല. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് ആവശ്യം. ഫ്ളാറ്റുകളിലെയും മറ്റും സ്ഥലപരിമിതികൾക്കു വേണ്ടി 3 പഴയ സൈക്കിൾ ചക്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പന്തലും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ടയറുകൾ ഉപയോഗിച്ച് വീട്ടിലെ അടുക്കള മാലിന്യത്തെ വളമാക്കുന്ന വിധിയും സുരേഷ് ബാബുവിന്റെ കൈവശമുണ്ട്. തോട്ടം സന്ദർശിക്കാനും പഠിക്കാനും നിരവധി പേരാണ് ദിവസവും പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിലെത്തുന്നത്. ന്യൂസ് 18 തൃശൂർ. ഇടുക്കിയിൽ കൃത്രിമ പാടത്തെ നെൽകൃഷിയിൽ ഇത്തവണയും 100 മേനി വിളവ്. വിളവെടുപ്പ് ഉത്സവമാക്കി കുട്ടിക്കർഷകർക്കൊപ്പം ഇടുക്കി ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു IAS എത്തി. തുടർച്ചയായ 5-ാം വർഷമാണ് കുട്ടികൾ കൃത്രിമ പാടത്ത് നെൽകൃഷി ഇറക്കുന്നത്. നെൽകൃഷിയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും കൃഷിയോടുള്ള താൽപര്യം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂളിൽ കൃത്രിമ നെൽപ്പാടം നിർമ്മിച്ച് കൃഷി ആരംഭിച്ചത്. കൃഷിക്കായി പാകപ്പെടുത്തുന്നത് മുതൽ വിളവെടുപ്പ് വരെ കുട്ടികളാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. 25 സെന്റ് സ്ഥലത്ത് പ്ലാസ്റ്റിക് പടുത വിരിച്ച് ചെളി നിറച്ചാണ് കൃത്രിമ പാടം തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളം കൃത്യമായി നിലനിർത്തുന്നതിന് മോട്ടറുമുണ്ട്. ഇത്തവണ വിളവെടുപ്പിന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു IAS എത്തി. ഏറ്റവും നല്ല ഒരു സംരംഭമായി മാറി മറ്റു സ്കൂളുകൾക്ക് മാതൃകയാകുന്ന തരത്തിൽ ഈ കൃഷിപ്പണി മറ്റു സ്കൂളുകളും കൂടെ അവരുടെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കൊയ്തെടുക്കുന്ന നെല്ല് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുകയാണ്. നെൽകൃഷിക്കൊപ്പം പച്ചക്കറികളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പച്ചക്കറിയുടെ വിളവെടുപ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ പൗലോസ് നിർവഹിച്ചു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്ന് ജില്ലാ കളക്ടർ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കള്ളിമാലി വ്യൂ പോയിന്റിനെ മാലിന്യമുക്തമാക്കാൻ NSS വിദ്യാർത്ഥികൾ രംഗത്ത്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കള്ളിമാലിയെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ മുന്നിട്ടിറങ്ങിയത്.
പ്രകൃതിയുടെ പച്ചപ്പിനെ നിലനിർത്തൂ, വരും തലമുറയ്ക്ക് വഴികാട്ടൂ എന്ന മുദ്രാവാക്യം ഉയർത്തി നടപ്പിലാക്കുന്ന പരിസ്ഥിതി സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. കള്ളിമാലി വ്യൂ പോയിന്റിനെ പ്ലാസ്റ്റിക് മുക്തമാക്കി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. നിർധന രോഗികൾക്ക് സഹായമെത്തിച്ചും പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്തും പ്രവർത്തനം നടത്തിയിരുന്ന സ്കൂളിലെ NSS യൂണിറ്റ് 2019 പ്രകൃതി സംരക്ഷണവുമായി മുന്നോട്ടിറങ്ങിയത്. കള്ളിമാലിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയ ശേഷം വേസ്റ്റ് ബിന്നും ബോധവൽക്കരണ ബോർഡും സ്ഥാപിച്ചു. പ്ലാസ്റ്റിക് ഫ്രീ ടൂറിസം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതിന് ആദ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കള്ളിമാലി വ്യൂ പോയിന്റ് ആണ്. ഇവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കാതിരിക്കുക, അതിനെ എങ്ങനെ തടയാം എന്നതാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബിന്നും അതുപോലെ തന്നെ ബോർഡുകളും നമ്മൾ ഇന്നിവിടെ സ്ഥാപിച്ചു. ശുചീകരണ പരിപാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബിലാൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. പത്തനാപുരം എക്സൈസ് റേഞ്ച് ഓഫീസ് ഭിത്തിയിലെ ബോധവൽക്കരണ ചിത്രങ്ങൾക്ക് മുകളിൽ പോസ്റ്റർ പതിച്ചതായി പരാതി. രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്ററുകളും സിനിമാ പോസ്റ്ററുകളും പതിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അശ്ലീല സിനിമാ പോസ്റ്ററുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്ററുകളും ഒട്ടിച്ച് വൃത്തിഹീനമായി കിടന്ന മതിൽ ഏതാനും മാസം മുമ്പാണ് വൃത്തിയാക്കിയത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ചിത്രങ്ങളും വാക്യങ്ങളും കൊണ്ട് മതിൽ മനോഹരമാക്കിയിരുന്നു. 30 വിദ്യാർത്ഥികൾ 10 ദിവസം കൊണ്ടാണ് മതിൽ വൃത്തിയാക്കി ചിത്രപ്പണികൾ പൂർത്തിയാക്കിയത്. ഇതിനു പുറത്താണ് വീണ്ടും പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് അകം തന്നെ ഇത് ഇവിടുത്തെ സിനിമാ ശാലയിലെ പോസ്റ്ററുകളും രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്ററുകൾ കൊണ്ട് ഇതെല്ലാം മായ്ക്കപ്പെട്ടു. നല്ല ഉദ്ദേശത്തോടു കൂടി വളർന്നു വരുന്ന തലമുറയിലെയും ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഈ ബോധവൽക്കരണ പരിപാടി, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഈ പ്രവൃത്തിയെ വളരെ നീചമായ രീതിയിൽ തിരസ്കരിച്ച നിന്ദിച്ചവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടും മൗനം പാലിക്കുന്ന എക്സൈസ് അധികൃതരുടെ നിലപാടിലും പ്രതിഷേധം ഉയരുകയാണ്. ന്യൂസ് 18 പത്തനാപുരം. കൊടും തണുപ്പിൽ അശരണർക്ക് പുതപ്പ് നൽകി മലപ്പുറം പുളിക്കൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. റോഡരികിലും കടത്തിണ്ണയിലും കിടക്കുന്നവരെ തേടി നടന്നാണ് സംഘടനാ പ്രവർത്തകർ പുതപ്പുകൾ നൽകിയത്. പുളിക്കൽ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് പ്രവർത്തകരാണ് സ്നേഹപുതപ്പ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. തെരുവിൽ കഴിയുന്നവരുടെ അടുത്തെത്തി അവർക്ക് പുതപ്പും വസ്ത്രങ്ങളും നൽകുന്നതാണ് പദ്ധതി. ആദ്യ ദിനത്തിൽ ചേളാരി, മമ്പുറം, ചെമ്മാട്, പരപ്പനങ്ങാടി, പാലത്തിങ്ങൽ ഭാഗങ്ങളിലെ പീടികത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായിരുന്ന 50-ലേറെ പേർക്ക് പുതപ്പും വസ്ത്രങ്ങളും നൽകി. പരപ്പനങ്ങാടിയിൽ ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ പ്രവർത്തകരും പരിപാടിയിൽ സജീവമായി. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംഭവം ഞങ്ങൾ തുടക്കം മാത്രമാണ്. അത് ഇനിയും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു സാമൂഹിക അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകണമെന്നാണ്. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അർത്ഥത്തിനും ഉഷാറാക്കുന്ന രൂപത്തിലായിരിക്കും പുളിക്കൽ പഞ്ചായത്തിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ഞങ്ങൾ ആമുഖമായിട്ട് പറയുകയാണ്. പല പ്രദേശങ്ങളിലായി ചെന്ന് ഇതേപോലെ തന്നെ റോഡ് സൈഡിലും മറ്റുള്ളതൊക്കെ കിടക്കുന്ന ആളുകളെ കണ്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അതേപോലെ പുതപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സാന്നിധ്യത്തോടു കൂടി നല്ലൊരു സന്തോഷത്തോടു കൂടി അവരത് സ്വീകരിക്കുകയും ചെയ്തു. ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർ ദിവസങ്ങളിലും ഞങ്ങൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നിരാലംബർക്ക് പുതപ്പ് നൽകാനാണ് തീരുമാനം. വൈറ്റ് ഗാർഡിന്റെ യൂണിഫോമിൽ 3 വാഹനങ്ങളിലായി 25 പേരാണ് പദ്ധതിയിൽ സജീവമായത്. വൈറ്റ് ഗാർഡിന്റെ സ്നേഹപുതപ്പ് പദ്ധതി അറിഞ്ഞ് നിരവധി സുമനസുകൾ സഹായ വാഗ്ദാനം ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് കൂട്ടാൻ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും പകൽ വെള്ളം തുറന്നുവിടണമെന്ന് വനം വകുപ്പ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത വീണ്ടെടുക്കുന്നതിനും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമാണ് ഇത്. പ്രളയത്തിനു ശേഷം പെരിങ്ങൽകുത്ത് ഡാമിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിച്ചിട്ട് മാസങ്ങളായി. എന്നാൽ രാത്രിയിലാണ് ഉൽപാദനം എന്നതിനാൽ ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നത് രാത്രിയിലാണ്. പകൽ സമയത്ത് നദി ഒഴുകുന്നത് ചാലുകളായി മാത്രമാണ്. അതിനാൽ വൈദ്യുതോൽപാദനം പകൽ നടത്തണമെന്നാണ് വനംവകുപ്പിന്റെ ആവശ്യം. ഇതിനായി പെരിങ്ങൽകുത്തിന് മുകളിലുള്ള ഷോളയാർ ഡാം രാത്രി തുറക്കണം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത വീണ്ടെടുക്കാൻ വേണ്ടിയാണ് വനംവകുപ്പ് KSEBയോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുറവാണ്. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കുറവുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നുള്ള പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അവിടെ പകൽ സമയത്ത് ഇപ്പോൾ ഉൽപ്പാദനം കുറവാണ്. അപ്പോൾ ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളമാണ് ഇതുവഴി വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളം കുറവുള്ളത്. വെള്ളം കുറവായതിനാൽ വെള്ളച്ചാട്ടത്തിന് മുകളിൽ കുളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് വനം വകുപ്പ്. വെള്ളം കുറവാണ്, മനോഹാരിതയുണ്ട്. സാധാരണത്തിൽ വെള്ളം ഒഴുക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. കുറച്ചൊക്കെ സേഫ്റ്റി ആണെന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പുഴയിലൊന്ന് ഇറങ്ങി കുളിക്കാന്ന് വെച്ചത്. അടിപൊളിയാണ്, നല്ല തണുപ്പാണ് ഇവിടെ. ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് വന്നേക്കാണ്. അടിപൊളി. ഞങ്ങൾ കുറെ നേരം ഇപ്പൊ വന്നേ, ഇനി പോകാൻ തോന്നണില്ല ശരിക്കും. പകൽ സമയങ്ങളിൽ പുഴയിൽ നീരൊഴുക്ക് കുറയുന്നത് കർഷകരെയും ബാധിക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഇനി ട്രെയിൻ സമയം നോക്കാം. കന്യാകുമാരി എക്സ്പ്രസ് 36 മിനിറ്റ് വൈകി. മധുര പുനലൂർ പാസഞ്ചർ 28 മിനിറ്റ് വൈകി. മാംഗ്ലൂർ മെയിൽ 35 മിനിറ്റ് വൈകി. തൃശൂർ കണ്ണൂർ പാസഞ്ചർ 28 മിനിറ്റ് വൈകി. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 44 മിനിറ്റ് വൈകി. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് 34 മിനിറ്റ് വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി മെഡിക്കൽ വിദ്യാർത്ഥികൾ. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിക്കരികിലായിരുന്നു ഐക്യദാർഢ്യ പ്രകടനം. നിപ്പ വൈറസ് പടർന്നു പിടിച്ചപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ധരിച്ചിരുന്ന സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചാണ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിക്കരികിലായിരുന്നു ഐക്യദാർഢ്യ പരിപാടി. സ്വന്തം ജീവൻ മറന്നും നിപ്പ രോഗികളെ പരിചരിച്ചവർക്ക് ജോലി നഷ്ടമാകരുതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതുവരെ വാക്കാൽ പറയുന്ന വാഗ്ദാനങ്ങളല്ലാതെ ഒരിക്കലും ഒരു ഓർഡർ അവിടെ അതോറിറ്റീസിന് മേൽ പ്ലേസ് ചെയ്തിട്ടില്ല. ആ വർക്കേഴ്സിന് സപ്പോർട്ടായിട്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത വർക്കേഴ്സിന് സപ്പോർട്ടായിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റുഡൻസും ഇൻഡിപെൻഡൻസ് കോളേജ് യൂണിയനും കൂടി ഇറങ്ങിയിരിക്കുകയാണ് സപ്പോർട്ടിനായിട്ട്. ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ പ്രവർത്തകരുടെ രാപ്പകൽ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ഇടുക്കി രാജാക്കാട് ടൗൺ. സ്വകാര്യ ബസ്സുകളുടെ അടക്കം അനധികൃത പാർക്കിംഗ് മൂലം ടൗണിൽ കാൽനട പോലും സാധ്യമാകുന്നില്ല എന്നാണ് പരാതി. രാജാക്കാട് ടൗണിന്റെ വശങ്ങളിലുള്ള സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. ഇതിന് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 3 മാസം മുൻപ് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ കടകൾക്ക് മുൻപിൽ നിർത്തിയിടാൻ പാടില്ലെന്നും സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തിയിട്ടതിനു ശേഷം ഓരോ സ്റ്റോപ്പിലും 5 മിനിറ്റിൽ കൂടുതൽ നിർത്താൻ പാടില്ലെന്നും തീരുമാനം എടുത്തിരുന്നു. എന്നാൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. രാജാക്കാടിൽ അനധികൃതമായി വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ബസ്സുകൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ രാജാക്കാട്ടിൽ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രാജാക്കാട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് പിള്ളേർ വീട്ടിലോട്ട് പോകുമ്പോഴും സ്കൂളിലോട്ട് വരുന്ന സമയത്തും അവർക്ക് സ്വസ്ഥമായിട്ട് ടൗണിൽ കൂടെ പോകാനോ സൈഡ് ചേർന്ന് പോകാൻ നടക്കാൻ പോലുമുള്ള സ്ഥലം ഉണ്ടാകുന്നില്ല. ഇതിന് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അറിയിക്കുന്നു. തിരക്ക് കൂടിയ രാജാക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ മുൻവശത്തടക്കം സ്വകാര്യ ബസ്സുകൾ 15 മിനിറ്റിൽ കൂടുതലാണ് നിർത്തിയിടുന്നത്. ഇതുമൂലം വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സമീപത്തെ 2 സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളുമായെത്തുന്ന വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ഗതാഗതക്കുരുക്ക് വ്യാപാര മേഖലയും സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികളുടെ പരാതി. ന്യൂസ് 18 ഇടുക്കി. പ്രായത്തെ തോൽപ്പിച്ച് ട്രാക്കിൽ പുതിയ ദൂരവും വേഗവും താണ്ടാൻ കുതിച്ചുപായുകയാണ് ഈ ദമ്പതികൾ. കോട്ടയം കുമരകം സ്വദേശികളായ അന്നയും ഐസക്കുമാണ് യുവതലമുറയ്ക്ക് മാതൃകയായി 37 വർഷം തുടർച്ചയായി മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നത്. പ്രായമല്ല, മനോഭാവമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയെന്ന പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ഇവർ. അന്നയും ഐസക്കും തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 38ാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലെ മിന്നും താരങ്ങൾ. പ്രായം തളർത്താത്ത ആത്മവിശ്വാസത്തോടെ 1500, 800, 200 മീറ്റർ ഓട്ടത്തിലും റിലേയിലും പങ്കെടുത്ത ഇവർക്ക് സ്പോർട്സ് എന്നാൽ തീരാത്ത അഭിനിവേശമാണ്. നമ്മളിത് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുകയാണ്. നമുക്ക് അതിനോട് എല്ലാം ആരോഗ്യപരമായിട്ടും നമ്മുടെ രോഗങ്ങളെ മാറ്റാനും എല്ലാം സഹായിക്കുന്ന ഒരു വ്യായാമം കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. പുലർച്ചെ 4 മണിക്ക് പ്രാക്ടീസ് ആരംഭിക്കും. 5 കിലോമീറ്റർ എന്നും ഓടും. പിന്നെയാണ് വീട്ടുകാര്യങ്ങൾ പോലും.
2 തവണ വിദേശത്ത് മത്സരത്തിന് പോകാൻ അവസരം ലഭിച്ചെങ്കിലും പണമില്ലാത്തതിനാൽ നടന്നില്ല. എങ്കിലും നിരാശരാകാതെ വീണ്ടും ട്രാക്കിലേക്ക്. പാലക്കാട് നടക്കുന്ന മാരത്തോണാണ് ഇരുവരുടെയും ലക്ഷ്യം. 74-കാരിയായ അന്ന സ്കൂൾ അധ്യാപികയായിരുന്നു. ഐസക് പോലീസിലും. മത്സരങ്ങൾക്ക് പോകുന്നവർക്ക് ചെറിയ രീതിയിൽ കോച്ചിങ്ങും നൽകുന്നുണ്ടിവർ. തൃശൂരിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ 1100ഓളം പേരാണ് പങ്കെടുത്തത്. വാർദ്ധക്യത്തിൽ സ്പോർട്സ് എന്ത്, മത്സരമെന്ത് എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ മാതൃകയാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിയും. യുവതലമുറയ്ക്ക് മുന്നിൽ പ്രചോദനമായി തുടരുകയാണ് ട്രാക്കിൽ ഇവർ. ക്യാമറമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കലയിലൂടെ വേദനകൾ മറക്കുകയാണ് തൃശൂർ പെരിങ്ങോട്ടുകരയിലെ ഋഷിക എന്ന പെൺകുട്ടി. മാംസപേശികൾ ക്ഷയിക്കുന്ന രോഗം പിടിമുറുക്കുമ്പോഴും സംഗീതത്തിന്റെയും വർണ്ണങ്ങളുടെയും ലോകത്ത് സജീവമാവുകയാണ് ഈ 26-കാരി. നന്നായി പാടും ഋഷിക. മനോഹരമായി വരയ്ക്കും. പെൻസിൽ കൊണ്ടും വാട്ടർ കളർ കൊണ്ടും സുന്ദരമായ ചിത്രങ്ങൾ തീർക്കും. അമ്മ നിർമ്മലയും അച്ഛൻ വത്സനും അവളുടെ ആഗ്രഹങ്ങൾക്ക് പിന്തുണയേകി ഒപ്പമുണ്ട്. കലയുടെയും സംഗീതത്തിന്റെയും ലോകത്താകുമ്പോൾ വേദനകൾ അറിയില്ല. இரவும் போனதே பகலும் போனதே மன்னனில்லையே கூட இனிய கண்ணின் இமை தொடாத கண் அங்கும் இங்குமே தேட. പഠനത്തിൽ മികവ് കാട്ടിയെങ്കിലും +2 വരെ പഠനം നടന്നുള്ളൂ. പേശികൾ ക്ഷയിക്കുന്ന രോഗം പക്ഷേ ഋഷികയെ തളർത്തിയില്ല. 1ഉം 2ഉമല്ല 25ലേറെ കുട്ടികൾക്കാണ് ഋഷിക വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നത്. 9ാം വയസ്സിലാണ് ഋഷികയെ രോഗം പിടികൂടുന്നത്. പിന്നീട് പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെയായി. ഇപ്പോൾ വലം കൈക്ക് മാത്രമേ അല്പം ചലനശേഷിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമായിട്ടും ഇത്തരത്തിൽ ഋഷികയെ പോലെയുള്ള ഒരുപാട് പാടാനും വരയ്ക്കാനും കഴിവുകളുള്ള ഒരുപാട് പേരെ ഞങ്ങൾ സമൂഹത്തിലേക്ക് ആയി തരുന്നു, അവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രോഗം മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടരുന്നുണ്ടെന്ന് ഡോക്ടർമാർ. എന്നാൽ പുഞ്ചിരിയോടെ വേദനകളെ അവഗണിക്കാനുള്ള കഴിവ് ഓരോ ദിവസവും ഋഷികയിൽ കൂടി വരുന്നതേ ഉള്ളൂ. ന്യൂസ് 18 പെരിങ്ങോട്ടുകര. പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി ഇടുക്കി ജില്ലാ വിമൻസ് കൌൺസിൽ. ഭക്ഷ്യവസ്തുക്കളും റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വീട്ടുപകരണങ്ങളുമാണ് ഇത്തവണ വിതരണം ചെയ്തത്. തേജസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ വിമൻസ് കൌൺസിൽ പ്രസിഡന്റ് അബി ജീവൻ ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. 34 കുടുംബങ്ങൾക്കാണ് സഹായം വിതരണം ചെയ്തത്. 8ാം തവണയാണ് ഇടുക്കി വിമൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രളയ ദുരിത ബാധിതർക്ക് സഹായം വിതരുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ ധന്യ വിശ്വം. നമസ്കാരം.